ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നടപടികൾ പൂർത്തിയായ പദ്ധതികൾ പോലും വെട്ടിച്ചുരുക്കിയ നഗരസഭ ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. റോഡും ഗ്രൗണ്ടും എല്ലാം വെട്ടി എങ്ങോട്ടാണ് ഈ നാറിയ ഭരണം? യുഡിഎഫിൻ ഭരണത്തിൽ അഴിമതി മാത്രം കാണുന്നുള്ളൂ. പ്രതിഷേധ പരിപാടി CPM ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രാദേശിക സർക്കാർ എന്ന അതിന് പ്രാഥമിക ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെ സ്വജനപക്ഷപാതവും അഴിമതിയിലൂടെയും ഒരു ഭരണ സംവിധാനത്തെ ആകെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായി ഇടതുപക്ഷത്തിന് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും മാത്രമാണ് പറയാനുള്ളത്. ഭരണസമിതിക്കകത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലാകെ തങ്ങൾക്ക് തോന്നിയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വ്യാമോഹമാണ് ചെയർമാനെയും UDFന്റെ കൗൺസിലർമാരെയും പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ശക്തമായ സമരരൂപങ്ങൾക്ക് രൂപം കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് യാതൊരു പ്രയാസവുമില്ല എന്നത് ഇത്തരം ആളുകളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ജനകീയാസൂത്രണം നടപ്പിലാക്കിയതിനു ശേഷം പ്രാദേശിക സർക്കാരുകളാണ്, മുനിസിപ്പാലിറ്റി ഭരണ സംവിധാനമായാലും ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും അതിൻ്റെ അധികാരപരിധിക്കകത്ത് നിൽക്കുന്ന സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ പദ്ധതി തയ്യാറാക്കി അതിന് ഫണ്ട് വകവെച്ച് അത് നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണസമിതി അതിൽ നിന്നെല്ലാം പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് നമ്മൾ കാണുന്നത്. മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. കക്കാടൻ റഹീം, PM ബഷീർ, സ്കറിയാക്കനാത്തോപ്പിൽ, മാത്യു കാരാംവേലി, ജോർജ് തോമസ്, UK ബിന്ദു, നഗരസഭ പ്രതിപക്ഷ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പോലും വേണ്ടെന്ന് വെക്കുന്ന നിലവിലെ ഭരണസമിതി നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു LDF പ്രത്യക്ഷ സമരം നടത്തിയത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.